പുറത്തു പോയിട്ടൊന്നും വാങ്ങാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ ഞാൻ നോക്കിയപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ കുറച്ച് പോപ്കോൺ ബിസ്ക്കറ്റും മറ്റേ ഡയറി മിൽക്കൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അത് വെച്ചിട്ട് അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു റെസിപ്പി ചെയ്താലോ എന്നുള്ളൊരു ആലോചന വന്നു. അപ്പം അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നേക്കുന്ന ഒരു പോപ്കോൺ കപ്പ് കേക്ക് ആയിട്ടാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ റെസിപ്പി എന്നുള്ളത് നോക്കി കാണാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പാർലേയുടെ ബ്ലാക്ക് ബോബോൺ ആണ്, ചോക്കോ ക്രീമി സാൻഡ്വിച്ച് എന്നുള്ളത്. ഇതിൻ്റെ 2 പാക്കറ്റ് ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രിട്ടാനിയയുടെ ഒക്കെ ബോബോൺ ഉണ്ട്, അതാണെങ്കിലും എടുക്കാം. അടുത്തതായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് പാലാണ്, പാലും ആവശ്യത്തിനുള്ളത്. അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേക്കിംഗ് പൗഡറാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കപ്പ് കേക്ക് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ നമ്മുടെ ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ, നല്ല രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിക്കുമ്പോൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക, ഒറ്റയടിക്ക് ഒഴിക്കരുത്, നോക്കി നോക്കി ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇതിലേക്ക് ഇനി പാൽ ഒഴിക്കാൻ പോവുകയാണേ. ഇപ്പോൾ ഇതിലേക്കൊരു 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ആവേണ്ടത്. അപ്പം അധികം കട്ടിയും ആവരുത്, അതുപോലെ തന്നെ ലൂസും ആവരുത്. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 മോൾഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഞാനിപ്പോൾ മോൾഡിൽ ഹാഫായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡയറി മിൽക്ക് വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഞാൻ ഡയറി മിൽക്ക് എല്ലാത്തിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ബാക്കിയുള്ള ബാറ്ററും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഒഴിച്ച് ഫില്ല് ചെയ്യാം. എപ്പോഴും ഫില്ല് ചെയ്യുമ്പോൾ 3/4 ആയിട്ടേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ, മൊത്തത്തിൽ ഫില്ല് ചെയ്യരുത്. പിന്നെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ ഫില്ലിങ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 3/4 ഭാഗം മൊത്തത്തിൽ എല്ലാ മോൾഡിലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ വെക്കാൻ പോകുന്നത് ഓവനിലാണ്. അപ്പോൾ ഞാനിത് ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് ആണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ പോകുന്നത്. നമുക്കിതൊന്ന്
അപ്പോൾ ഇതേ നമ്മുടെ കപ്പ് കേക്ക് ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യാനായിട്ട് 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബേക്ക് ആവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവൻ ഇല്ലാന്നുണ്ടെങ്കിൽ പാനിലാണെങ്കിലും വെക്കാവുന്നതാണ്. അതൊരു 5 മിനിറ്റ്സ് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലൊരു സ്റ്റാൻഡ് വെച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15 to 20 മിനിറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ തന്നെ ആയി കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓവനിൽ വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് ബേക്ക് ആവുന്നവരെ നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ബേക്ക് ആയി കഴിയുമ്പോഴേക്കും നമുക്കിനി ഇതൊന്ന് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മുടെ ബോർബോൺ ലാവ കപ്പ് കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാ കേക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആണ്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഈ മോൾഡിൽ നിന്ന് മാറ്റി പ്ലേറ്റിലേക്ക് വെക്കാവേ. സോഫ്റ്റ് ബോർബോൺ കപ്പ് കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഒന്ന് എടുത്ത് കാണിച്ചു തരാം. അതെ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാവേ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസും എല്ലാം എന്നെ അറിയിക്കുക. അപ്പം എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായെന്ന് കരുതുന്നു. എല്ലാവരും വീട്ടിലിത് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും തന്നെ മനസ്സിലാക്കുക എത്ര എളുപ്പത്തിലാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. വെറും 2-3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു കപ്പ് കേക്ക് പ്രിപ്പയർ ചെയ്തത്. അതുപോലെ തന്നെ എല്ലാവർക്കും തന്നെ ഇപ്പോൾ ചെറിയ പിള്ളേരോട്ട് വലിയ ആൾക്കാർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലത് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ കമൻസും റിവ്യൂസും എല്ലാം അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ്.